Hi friends, welcome back to my channel. ഞാൻ ഇന്ന് ഇവിടെ dalgona nutty bread pudding ന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത്. ഇതിനു വേണ്ടി ഇവിടെ ഞാൻ 8 പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസ് കപ്പിലാണ് ഞാൻ ഇന്ന് പുഡിംഗ് ആക്കാൻ പോകുന്നത്. അപ്പം ഈ കപ്പ് ഉപയോഗിച്ചിട്ട് ഓരോ ബ്രെഡും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബട്ടർ ഉപയോഗിച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. ബ്രെഡ് എല്ലാം ടോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പാനിൽ തന്നെ നട്ട്സ് എല്ലാം റോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് റോസ്റ്റ് ചെയ്യാം. അപ്പം ഞാനിവിടെ കാഷ്യൂ നട്ട്സും ആൽമണ്ട്സും വാൾനട്ട്സ് ആണ് റോസ്റ്റ് ചെയ്യുന്നത്. നട്ട്സ് എല്ലാം നല്ലോണം റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. മിക്സിയിലേക്ക് 100 ഗ്രാം ഡാൽഗോണ കാൻഡീസും പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് പൊടിച്ചെടുക്കാം. ഡാൽഗോണ കാൻഡീൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ലോ ഫ്ലെയിമിൽ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഡാൽഗോണ കാൻഡീസ് പൊടിച്ചു വെച്ചത് ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് കൂൾ ചെയ്യാൻ വെക്കാം. പുഡിങ്ങിന് വേണ്ട ക്രീം ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കാൻഡീസ് പൊടിച്ച് വെച്ചത് ഒരു 75 ഗ്രാം ചേർത്ത് കൊടുക്കാം. ബാക്കി 25 ഗ്രാം നമുക്ക് പുഡിങ് ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് ബീറ്റ് ചെയ്യാം. മീഡിയം സ്പീഡിലാണ് ക്രീം ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഒരു ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു പ്രാവശ്യം കൂടി ബീറ്റ് ചെയ്യാം. ക്രീം നല്ലോണം തിക്കാവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. ക്രീം ഈ കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ആദ്യത്തെ ലെയറിൽ ഡാൽഗോണ ക്രീം ആക്കി കൊടുക്കാം. ഞാനിവിടെ സ്റ്റാർ ഡിപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇനി കപ്പിലേക്ക് വെക്കേണ്ടത് ഒരു ബ്രെഡ് പീസ് നല്ലോണം സിറപ്പിൽ സോക്ക് ചെയ്തതാണ്. ഇനി അടുത്ത ലെയറിലും ക്രീം തന്നെ ആക്കി കൊടുക്കാം. ഇനി റോസ്റ്റ് ചെയ്ത് വെച്ച നട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായി ഇട്ട് കൊടുക്കുന്നത് ക്രഷ് ചെയ്ത് വെച്ച ഡാൽഗോണ കാൻഡീസ് ആണ്. ഇനി സോക്ക് ചെയ്ത് വെച്ച ബ്രെഡ് വെച്ചു കൊടുക്കാം. ഇനി ക്രീം ആക്കി കൊടുത്തതിന് ശേഷം കുറച്ച് റോസ്റ്റഡ് നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്രഷ്ഡ് ഡാൽഗോണ കാൻഡീസ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം.
ഡാൽഗോണ നട്ടി ബ്രെഡ് പുഡിംഗ് റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.